ഇത് സഞ്ജു സാംസൺ. ആരാ? സഞ്ജു സാംസൺ അറിയില്ലേ? ഇല്ല. ഇന്നലെ ഇന്ത്യയുടെ കളി ജയിപ്പിച്ച ആരാ? സഞ്ജു സാംസൺ. മലയാളി. ഇന്നലെ മാൻ ഓഫ് ദ ടൂർണമെന്റ്. സാംസങ് എന്ന് പറഞ്ഞ മൊബൈലിന്റെ ആ സാംസങ് അല്ല, അല്ല ചങ്ങായി, ഇത് ക്രിക്കറ്റ് ഇല്ലേ? അത് അവന്റെ പേരാണ്. മഞ്ജു അല്ല, സഞ്ജു. മാൻ ഓഫ് ദ സീരീസ് ആൻഡ് ടൂർണമെന്റ് ഏറ്റവും മികച്ച കളിക്കാരൻ. പുറത്തെടുത്തേക്കായിരുന്നു. അടിപൊളി. ഇനി പുറത്തെടുത്താൻ പറ്റില്ല. ആരാണ് ഇതാരാ? ഇത് സ്ഥിരമായിട്ട് വരണാണ്. ഇതില് ഫേസ്ബുക്കിൽ സ്ഥിരമായിട്ട് വരും. ഇത് തന്നെ ചോദിക്കല്, ഭംഗിണ്ട, അങ്ങനെണ്ട എങ്ങനെണ്ടാന്ന് വെച്ചിട്ട് വരും. അത് ഫൂലായി പോയി. ഇങ്ങനെ എഴുതാ ഓടുന്ന്. അതുമല്ല സ്പെല്ലിങ്. ഞാൻ അങ്ങനെ എഴുതിയതാണ്. ബ്യൂട്ടിഫുൾ എഴുതിയതാണ്. ശരി, ബ്യൂട്ടിഫുൾ എഴുതാണല്ലേ? ആ, ബ്യൂട്ടിഫുളിന്റെ കാര്യം പറഞ്ഞപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. നിങ്ങളറിഞ്ഞ നമ്മളാ വീടിന്റെ 2 വീടപ്പുറം നമ്മുടെ രാജേഷേട്ടന്റെ ഭാര്യയില്ലേ, കുറച്ച് സുന്ദരിയൊക്കെ ആയിട്ട് നടക്കണുള്ളു. രാജേഷേട്ടന്റെ ഭാര്യ വിനി. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി സാരിയും പൂക്കളൊക്കെ കാണിച്ച് ഇങ്ങനെ കൂടെ ഇങ്ങനെ വിലാസന മിനി. എന്തോ വീഡിയോ കോൾ ചെയ്യുന്നതോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കണതോ അയാളായിട്ട് കോൾ ചെയ്തിരിക്കണതൊക്കെ കണ്ടുപിടിച്ചിരിക്കണോ. എന്നിട്ട് എന്തായി? ആളെ മനസ്സിലായിട്ടൊന്നുമില്ല തോന്നുന്നു. പക്ഷെ ഒരു ബന്ധമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിക്കുന്നു. അവിടുത്തെ പിന്നെ വെറുതെ പറയണ ഓടാ ഒഴിഞ്ഞാട്ടം പോലുള്ള നടപ്പ് കണ്ടാൽ തന്നെ അറിയാം ആളൊരു പ്രശ്നക്കാരിയാണെന്ന്. അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ് ഇങ്ങനെ വേണ്ടത്. അപ്പൊ ഞാൻ അങ്ങനെയാണ് നടക്കണത്. തലയിൽ മുണ്ടാതെ ഞാൻ അവിടുന്ന് പുറത്ത് പറഞ്ഞില്ല. പിന്നെ ആൾക്കാർ ഓരോന്ന് പറയും. ആൾക്കാര് പറയണല്ല, ആള് കുറച്ച് പ്രശ്നക്കാരനാ. പിന്നെ ഞാൻ പറയാച്ചാല് എന്റെ ഖാനെ പോലെ സൽസ്വഭാവിയും സുന്ദരനും എല്ലാ ഗുണങ്ങളുള്ള ആൾക്ക് മാത്രമേ നല്ലൊരു ഭാര്യ വാഴുള്ളൂ. ഇപ്പൊ നിങ്ങൾ എന്നെ സ്നേഹിക്കണില്ലേ, എനിക്ക് ചെലവിന് തരുന്നില്ലേ, എന്റെ മക്കളെ നോക്കണില്ലേ, എന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നടത്തി തരുന്നില്ലേ, ഞാൻ എന്തെങ്കിലും ഒരു ആഗ്രഹം പറയുമ്പോ എന്റെ കാക്ക് ചെയ്തു തരാറില്ല. അതുകൊണ്ട് തന്നെ എനിക്കെന്താണ്, വേറൊരു പുരുഷൻ അന്യ പുരുഷൻ തന്നെയാണ്, ഹറാമാണ്. വേറൊരാളിവിടെ വരും, ഞാൻ അപ്പ തലയും കൊണ്ടിടും. ചില പെണ്ണുങ്ങളുടെ പോലെ അല്ലാതെ നമ്മുടെ അപ്പുറത്തെ സീത ചേച്ചിയല്ലേ അവരുന്ന്. എന്താണ് കുതകുലം. ഇത്തന്നെ പറയുന്ന പെണ്ണൊരുത്തേട്ടാ. ചേച്ചി വാടി. ഇരിക്കാനൊന്നുമില്ല. പിന്നെ മോനെവിടെ? അവിടെ ഉണ്ട്. നല്ല സ്നേഹക്കാരല്ലേ? പിന്നെ ഞങ്ങള് സ്നേഹത്തിലോനെ നല്ല സ്നേഹത്തിലാണല്ലേ? എടി ഞാനിന്നലെ നമ്മളവിടുത്തെ മാക്കാണ് ഉസ്താദില്ലേ, നിങ്ങള് പോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി ഇന്നലെ. ഉസ്താദിനെ പോയപ്പോ ഉസ്താദ് ഒരു മുട്ട മന്ത്രിച്ച് എനിക്ക് തന്ന്. ആ മുട്ട നമ്മൾ നെഞ്ഞത്ത് വെച്ച് ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചാല് നമ്മളെ മനസ്സിൽ എല്ലാ സത്യങ്ങളും തെളിഞ്ഞു വരും. ആരെ പറ്റിയോ നമ്മൾ വിചാരിക്കുന്നു ഓലെ പറ്റി. അനക്ക് വേണമെങ്കിൽ ചെന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. നോക്കട്ടെ, കുട്ടിക്കല്ലേട്ടാ. നോക്കിക്കോ, കണ്ണടച്ച് എല്ലാം പ്രാർത്ഥിച്ചു. മനസ്സ് ദൈവത്തിന്. പഠിച്ചോനെ, ആ രാജേഷിന്റെ പെണ്ണിനെ ചതിച്ച കാമുകനെ ഇനി കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുതന്നെ അവന്റെ കണ്ണിന്റെ മുമ്പിൽ വീണ് കിടക്കണം. പഠിച്ചോനെ, എല്ലാം പ്രാർത്ഥിച്ചു. ഒന്ന് നശിച്ച് നാരണക്കല്ലായി പോണേ. ഓന്റെ രൂപം എന്റെ മുമ്പിലൊന്ന് കാണിച്ചു തരണേ. ഒന്നുകൂടി പ്രാർത്ഥിച്ചു, ആയിട്ടില്ല. അടുത്തത്, പഠിച്ചോനെ, ആ രാജേഷിന്റെ പെണ്ണിനെ ചതിച്ച കാമുകനെ എന്റെ മുൻപിൽ കൊടുന്നിട്ടേ. അപ്പോ എന്റെ ബോധം പോയി.
പിടിക്ക്. ഞങ്ങൾ ഇന്നെ നോക്കി നമുക്ക് കോടതി കാണാം. പട്ടി തള്ള ഇവിടെ വന്നിട്ട് കുടുംബം തകർക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഒറ്റ കുടുംബം തകർത്തി. കോഴിമുട്ട മക്കൾ പോയി പട്ടി പട്ടി കണ്ണി കാണാടാ മാറി.